തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ സിലിണ്ടറിലെ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ച് അനസ്തേഷ്യ ടെക്നീഷ്യന് പരിക്ക് പറ്റി. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു ഈ സംഭവം. മെഡിക്കൽ കോളേജിലെ ബി തിയേറ്ററിലായിരുന്നു ഓക്സിജൻ സിലിണ്ടറിലെ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ചത്. അനന്തകൃഷ്ണൻ വിവരങ്ങൾ വായിച്ചിരുന്നത്. അനന്തൻ, എത്രത്തോളം ഗൗരവമുള്ളൊരു അപകടമാണിത്? രതീഷ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യ വിഭാഗം ടെക്നീഷ്യനായ അഭിഷേകിനാണ് പരിക്കേറ്റത്. ഇന്നലെ ഉച്ചയ്ക്ക് ബി തിയേറ്ററിൽ ഓക്സിജൻ സിലിണ്ടർ കൈകാര്യം ചെയ്യുന്നതിനിടെ സിലിണ്ടറിലെ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അഭിഷേകിന് പരിക്കേറ്റു. അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി വിഭാഗത്തിലെത്തി ചികിത്സ നൽകി. പിന്നീട് ആ ചികിത്സയ്ക്ക് ശേഷം അഭിഷേക് താമസ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. പക്ഷേ രാത്രിയോടെ അഭിഷേകിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. കലശലായ ഛർദി ഉണ്ടായി, തലകറക്കമുണ്ടായി. ഉടൻ തന്നെ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് തലയോട്ടിയിൽ പൊട്ടലുണ്ട് എന്ന് സ്കാനിങ്ങിൽ വ്യക്തമായത്. തുടർന്ന് ICUവിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. ഏതായാലും ഇന്ന് അല്പസമയം കഴിയുമ്പോൾ അഭിഷേകിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഏതായാലും ഈ അപകടം ഇത് ആദ്യത്തെ സംഭവമല്ല. രണ്ടു മാസം മുമ്പ് SATയിലും സമാനമായ അപകടമുണ്ടായി. ഓക്സിജൻ സിലിണ്ടറിലെ ഫ്ലോമീറ്റർ പൊട്ടിത്തെറിച്ച് അന്ന് നഴ്സിംഗ് അസിസ്റ്റൻ്റായ യുവതിക്കാണ് പരിക്കേറ്റത്. കണ്ണിനാണെന്ന് പരിക്കേറ്റത്. അപ്പോൾ ഇതൊരു തുടർച്ചയായി ഉണ്ടാകുന്ന സംഭവമാണ്. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് ഈ ഫ്ലോമീറ്ററിലോ അല്ലെങ്കിൽ ഈ ഓക്സിജൻ സിലിണ്ടറിലോ ഒക്കെ എന്തെങ്കിലും മർദ്ദവ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്നാണ് അവിടെയുള്ള ജീവനക്കാർ. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയൊക്കെ ഏറ്റവും വിദഗ്ധരായ, ഏറ്റവും കൂടുതൽ സമയം ജോലി ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ രോഗികളെ പരിപാലിക്കുന്ന ഡോക്ടർമാരുള്ള സമ്പന്നമായ നമ്മുടെ മെഡിക്കൽ സംവിധാനമാണ്. പക്ഷെ അവിടുത്തെ മറ്റ് സംവിധാനങ്ങളുടെ കുഴപ്പം അത് പരിഹരിക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് രോഗികൾ ഉൾപ്പെടെ എത്രയോ കാലമായി ഉന്നയിക്കുന്നത്. ഈ സംവിധാനങ്ങളൊന്നും പരിഷ്കരിക്കപ്പെടാതെ പോകുന്നതിൽ എന്തെങ്കിലും വിശദീകരണമുണ്ടോ? നമ്മുടെ അഭിമാന സ്തംഭം എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് SAT ആശുപത്രി, അവിടങ്ങളിലെ സ്ഥിതി ഇതാണെങ്കിൽ അനന്തൻ. രതീഷ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം എന്നല്ല, ഏത് ആശുപത്രിയിലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇന്നലെ സംഭവിച്ചത്. കാരണം ഈ ഓക്സിജൻ സിലിണ്ടർ എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലും ICUവിലും ഒക്കെയുള്ള രോഗികൾക്ക് അത്യാവശ്യമായി നൽകേണ്ട ഒരു സംവിധാനമാണ്. അപ്പോൾ അതിനകത്ത് പൊട്ടിത്തെറി ഉണ്ടാവുക, അതിപ്പോൾ ICUവിലാണ് പൊട്ടിത്തെറിച്ചതെങ്കിൽ വലിയ അപകടമുണ്ടാകും എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ തൊട്ടടുത്ത് രോഗികളുണ്ടെങ്കിൽ അവർക്കും കൂടി പരിക്കേൽക്കുന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അത്രത്തോളം സുരക്ഷിതമല്ലാത്ത മെറ്റീരിയൽസ് ആണ് മെഡിക്കൽ കോളേജിൽ ഉപയോഗിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അത് മാറ്റേണ്ടത് ആരാണ്? നേരത്തെ ഒരു തവണ ഈ ഫ്ലോമീറ്റർ പൊട്ടിത്തെറിച്ച് ഒരു യുവതിക്ക്, അതായത് നഴ്സിംഗ് അസിസ്റ്റന്റിന് പരിക്കേറ്റപ്പോൾ തന്നെ അവിടെ കൊണ്ടുവരുന്ന സാധന സാമഗ്രികൾ സുരക്ഷിതമാണോ എന്നൊക്കെയുള്ള പരിശോധന നടത്തേണ്ടിയിരുന്നു. അതില്ലാതെ പോയതിന്റെ ഫലമാണ് വീണ്ടും ഒരു ടെക്നീഷ്യന് കൂടി പരിക്ക് ഏൽക്കേണ്ടി വന്നത്. ഏതായാലും ഇത് ഗൗരവത്തിൽ തന്നെയാണ് അവിടെയുള്ള ജീവനക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഗൗരവമായ വിഷയമാണ്. ജീവനക്കാരും ആ വികാരമാണ് പങ്കുവയ്ക്കുന്നതെന്നാണ് അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഓക്സിജൻ സിലിണ്ടറിലെ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ച് അനസ്തേഷ്യ വിഭാഗത്തിലെ ടെക്നീഷ്യന് പരിക്ക് പറ്റിയത്. ഇത് രണ്ടാമത്തെ സംഭവമാണ്. ആ ആശുപത്രി കോമ്പൗണ്ടിൽ ഇത് രണ്ടാമത്തെ സംഭവമാണ് സമീപകാലത്ത്.